എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 268 അതായത് ഈ ഫ്ലവർ റെമഡീസിൽ 3ാമത്തെ വീഡിയോ ആണ്. ഇന്നും നമ്മൾ എഡ്വേർഡ് ബാഷ് എഴുതിയ ചെറിയ 2 പുസ്തകത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഇതൊരു ബുക്ക് റിവ്യൂ ആയിട്ടല്ല ഞാൻ ചെയ്യുന്നത്. ബുക്ക് റിവ്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ ചാപ്റ്റർ ബൈ ചാപ്റ്റർ പോകും. ഇതിൽ അങ്ങനെ പോകാനൊന്നുമില്ല. അതുമാത്രമല്ല, ബുക്ക് വളരെ ചെറുതാണ്. പക്ഷേ ആ ബുക്കിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വായിക്കുമ്പം, ഞാൻ ഫുൾ ബുക്കും വായിച്ചു, എത്ര വലിയ ഒരു മഹാനായിട്ടാണ് അദ്ദേഹം ജീവിച്ചത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചവരെ ഈ സ്പിരിച്വാലിറ്റി, ആത്മീയത എന്ന് പറയുന്നത് കൊച്ചിലേ എനിക്കുള്ള ഒരു ടേസ്റ്റാണ്. എന്നുവെച്ചാൽ ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരും അങ്ങനെയാണ്. അപ്പം വീട്ടിൽ വളർന്ന സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് എനിക്കതിൽ അങ്ങനെ എളുപ്പത്തിൽ അതിനകത്തൂടെ അങ്ങ് കയറിപ്പോകാൻ പറ്റി. അതുമാത്രമല്ല, നമ്മൾ മുൻജന്മം ചെയ്ത ഒരു പ്രവൃത്തി, നമ്മളുടെ പൂജ, അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ ജന്മത്തിൽ നമുക്കെല്ലാം വന്ന് ഭവിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഞാൻ പറയുന്നു, എനിക്ക് എത്രയോ ഉണ്ടായിരുന്നെങ്കിലും, അതായത് ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ ഒരു കാര്യം എനിക്ക് നല്ലപോലെ ബോധ്യമായിട്ടുണ്ട്. അതായത് ദേവി എന്നെ കൈപിടിച്ച് നടത്തിക്കൊണ്ടുപോയ പോലെ ഒരു ഫീലിംഗ് എനിക്ക് എപ്പോഴും ഉണ്ട്. എൻ്റെ സ്പിരിറ്റ് മാസ്റ്റേഴ്സ്, സ്പിരിറ്റ് ഗൈഡ്സ് എൻ്റെ കൂടെ തന്നെ ഉണ്ട്, എന്നെ വഴി നടത്താനായിട്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ നിമിഷം ഇങ്ങനെ ജീവിച്ചിരിക്കുന്നതെന്നുള്ളത് എൻ്റെ മനസ്സിൽ എന്നും മാറാത്ത ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി ഉണ്ട്. ഓക്കെ, അപ്പം അതുമാത്രമല്ല, അത്രയും ഇപ്പോൾ കൊച്ചുനാളിലേ ഈ മായ അത് ഇതെന്നൊക്കെ കേട്ട് വളർന്നെങ്കിലും പോലും എനിക്ക് ശരിക്കും ആത്മീയതയിൽ നല്ല ഒരു പൂർണ്ണമായിട്ടൊരു അണ്ടർസ്റ്റാൻഡിങ്, അതായത് അതിനെ മനസ്സിലാക്കാൻ പറ്റിയത് ഈ അടുത്ത 10 വർഷത്തിലാണ്. അതിന് മുമ്പേ അറിയാം, ഞങ്ങളുടെ അമ്മൂമ്മയാണ് ഒരു ഗുരു. എനിക്ക് സദാ സർവകാലവും മായ കർമ്മ ഇതേ തന്നെ വീട്ടിൽ സംസാരം, ഏതിനും കുറേ പഴഞ്ചൊല്ലും പറയും. അങ്ങനെ വളർന്നു വന്നാലും ശരിക്കും ഈ പ്രപഞ്ചം എന്ന് വെച്ചാൽ എന്തുവാ, പ്രകൃതി എന്ന് വെച്ചാൽ എന്തുവാ, പ്രപഞ്ചത്തിന് നമുക്കുള്ള തുടർബ് എന്തുവാ, ആസ്ട്രൽ വേൾഡ് എന്ന് വെച്ചാൽ എന്തുവാ, അത് അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ഗുരുക്കന്മാരുടെ അടുത്തുനിന്ന് തന്നെയാണ് ഞാൻ പഠിച്ചെടുത്തത്. അതിന് പിന്നെ അവർ കാണിക്കുന്ന വഴി, പിന്നെ ഞാൻ കുറേ പുസ്തകങ്ങൾ, എവിടെ കണ്ടാലും പുസ്തകങ്ങൾ വാങ്ങിക്കും. അത് വീട്ടിൽ കൊണ്ടുവന്ന് അണ്ടർലൈൻ ചെയ്ത് പഠിച്ച് എടുത്ത് അങ്ങനെയൊക്കെ കുറേ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. ഇപ്പോൾ എനിക്ക് പരിപൂർണമായിട്ടും വാട്ട് ഈസ് ലൈഫ് എന്നുള്ളതിൻ്റെ യാതൊരു സംശയമില്ലാത്ത ഒരു അറിവ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അത് ഇനി ജ്ഞാനമായിട്ട് മാറ്റണം. അതിൻ്റെ ശ്രമത്തിലാണ് ഇപ്പം നമ്മളെല്ലാവരുമേ. അങ്ങനെ ഇപ്പം ഈ ചാനൽ കേൾക്കുന്ന എല്ലാവരുമേ എൻ്റെ കൂട്ട് തന്നെയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ വേരിയസ് ലെവൽസ്, വേറെ ലെവലിലാണ് ഇരിക്കുന്നത്. പക്ഷേ നമ്മളുടെ എല്ലാവരുടെയും ഉദ്ദേശം ഒന്ന് തന്നെയാണ്. ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനത്തെ വീഡിയോസൊന്നും ആരും കാണത്തില്ല. സാധാരണ പലതിനും മില്യൺ വ്യൂസ് ഉണ്ടെങ്കിൽ ഇതിന് 300 വ്യൂസ്, 500, 1000 വ്യൂസ് വന്നാലേ വലിയ കാര്യം. എന്താ വെച്ചാൽ ആൾക്കാർക്കാർക്കും ഈ വക കാര്യങ്ങളിൽ ഇൻട്രസ്റ്റ് ഇല്ല. അതുകൊണ്ട് തന്നെയാണ് അവർ ജീവിതത്തിൽ കഷ്ടപ്പെടുന്നത്. ലൈഫിൽ ഏത് കാര്യത്തിലും ആത്മീയതയോട് കൂടിയ ഒരു അപ്രോച്ച് വേണം. അപ്പം നമുക്ക് ഒന്നിലും ഒരു പ്രയാസം വരത്തില്ല. ആൾക്കാർക്ക് ഈ ആത്മീയതയെന്ന് കേട്ടാലേ ഓടുന്ന സമയമാണ് ഇത്. ആൾക്കാർക്കാർക്കും അതിൽ ഇൻട്രസ്റ്റ് ഇല്ല. അതുകൊണ്ടാണ് അവർക്ക് സഫറിങ്സ് കൂടുതൽ. ഓക്കെ, അപ്പം ഇതിൽ ഈ ഫ്ലവർ മെഡിസിനിൽ അദ്ദേഹം ഇന്നലെ എഴുതിയ 12 റെമഡീസ് എന്നുള്ള ബുക്കിനെ കുറിച്ച് നമ്മൾ കണ്ടു. ഇന്ന് വേറെ 2 ബുക്കിനെ കുറിച്ച് ജസ്റ്റ് ഞാൻ ടച്ചപ്പ് ചെയ്യാം. ഇതൊക്കെ എന്തിനാണ് ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, ഡോക്ടർ എഡ്വേർഡ് ബാഷ് 50 വർഷമേ ജീവിച്ചുള്ളൂ. എന്നാലും അദ്ദേഹം ഒരു ക്വയറ്റായിട്ട് ഒരു മഹാനായിട്ടാണ് ജീവിച്ചു പോയത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളൊക്കെ വായിക്കുമ്പം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അദ്ദേഹം എൻ്റെ കൂട്ട് 10 ഗുരുക്കന്മാരെ തേടി പോയില്ല, 10 സ്ഥലത്ത് ആശ്രമത്തിൽ പോയി നിന്നില്ല, പല റിട്രീറ്റും ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിന് ഒരു ഉൾവിളി ഉണ്ടായിരുന്നു. അതാണ്
MBBS പഠിച്ച് പ്രാക്ടീസ് ചെയ്തിട്ട് ഹോമിയോപ്പതിയിലോട്ട് ചാടിയത്. ഹോമിയോപ്പതിയിൽ അദ്ദേഹത്തിന് ഒരുപാട് ഉടൻപാടുണ്ടായിരുന്നു. ഉടൻപാടെന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ യോജിച്ച് പോകാൻ പറ്റി. അതിൻ്റെ ബേസിസിലാണ് ഈ ഫ്ലവർ മെഡിസിൻ കണ്ടുപിടിച്ചെന്ന് വേണം പറയാൻ. പക്ഷേ ഞാനിപ്പം ഓർക്കുന്നത്, ദൈവം ഈ എഡ്വേർഡ് ബാച്ച് എന്നുള്ള ഒരു വ്യക്തിയെ ഈ ഭൂലോകത്തെ അയച്ചത് തന്നെ ഒറ്റ ഒരു പർപ്പസാണ്, സോൾ പർപ്പസാണ്. എന്തുവാ? ഈ 39 ഫ്ലവർ റെമഡീസ് നമുക്ക് ലോകത്തിന് നീ ഗിഫ്റ്റ് ചെയ്തിട്ട് വാ എന്ന് പറഞ്ഞ് അയച്ചു. അദ്ദേഹത്തിൻ്റെ ദൗത്യത്തിനെ നിറവേറ്റി തിരിച്ചു പോയി. അതാണ് അതിൻ്റെ കാര്യം. അപ്പം അതിൽ ഇതൊക്കെ നമ്മളുടെയും ജീവിതത്തിൽ കാണുന്നുണ്ട്. നമുക്കതിനെ റിലേറ്റ് ചെയ്യാൻ അറിയുന്നില്ല. ആദ്യം വളരെ വീക്ക് ചൈൽഡായിരുന്നു, പിന്നെ ക്യാൻസർ വന്നു, 3 മാസത്തിൽ മരിക്കുമെന്ന് ആളുകൾ ഡോക്ടേഴ്സ് പറഞ്ഞു. എന്നിട്ടും പിന്നെ അതൊരിത്. അപ്പോൾ വീക്ക് ബോഡി ആയിരുന്നു. അപ്പോൾ വീക്ക് ബോഡി ആകുമ്പം ഓട്ടോമാറ്റിക്കലായിട്ട് അദ്ദേഹത്തിന് ചോദിക്കാൻ തോന്നി, എന്തുകൊണ്ട് എൻ്റെ ബോഡി ഇത്രയും വീക്കായി, എനിക്ക് എന്തുകൊണ്ട് ക്യാൻസർ വന്നു, അതിൻ്റെ അർത്ഥം എന്തുവാ, അതിൻ്റെ കാരണം എന്തുവാ എന്നൊക്കെ അദ്ദേഹം ചിന്തിച്ചു. അതൊരു കാര്യം. രണ്ടാമത് MBBS പഠിച്ചു. മൊത്തം MBBS പഠിച്ച് 5 വർഷം പഠിച്ച് 1 വർഷം ഹൗസ് സർജനായ പിന്നീട് അതിലൊരു താല്പര്യക്കുറവ് വരാൻ കാരണം അതിൻ്റെ അപ്രോച്ച് പോരാ എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഇത് ഞാൻ പറയുന്നതല്ല, അദ്ദേഹം പറഞ്ഞതാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നിയത് അദ്ദേഹം ഓപ്പണായിട്ട് പറഞ്ഞു. അത്രയേ ഉള്ളൂ. ഓക്കെ. അതേസമയത്ത് ഇപ്പം അലോപ്പതിയിൽ പോകാതായിരിക്കുന്നു. അതിൽ എത്രയോ നന്മകളുണ്ട്, ഇല്ലയെന്ന് പറയത്തില്ല. നമ്മൾ പെട്ടെന്ന് ഒരു ഇമ്മീഡിയറ്റ് റിലീഫ് വേണമെങ്കിൽ ഈ നിമിഷവും നമ്മൾ അലോപ്പതിയിലേ പോകാവൂ, അതിലേ വഴിയുള്ളൂ. ഓക്കെ. പക്ഷേ നിരന്തരമായിട്ടൊരു വഴിയുണ്ടോ, പെർമനൻറ്റ് ക്യൂർ ഉണ്ടോ എന്ന് വെച്ചാൽ അത് നമ്മൾ കുറച്ച് ചിന്തിച്ച് അതിന് ആൻസർ കൊടുക്കേണ്ടി വരും. ഓക്കെ. അപ്പം അദ്ദേഹത്തിന് MBBS പഠിച്ച ഡോക്ടറായിട്ടും അതിലൊരു തൃപ്തിയില്ലാത്ത കൊണ്ട് ഹോമിയോയിലോട്ട് ചാടിയ പിന്നീടും ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഒരേ ഒരു ഡോക്ടർ, ഒരു സ്പിരിച്വൽ റിസർച്ചറിൻ്റെ സംസാരം കേട്ടു. നിങ്ങൾ ആരൊക്കെയോ ഇനി വരുന്ന കാലത്ത് ഈ ഫ്ലവർ മെഡിസിനെ കുറിച്ച് കണ്ടുപിടിക്കാനുണ്ട്. അത് ഇദ്ദേഹമായിരുന്നു. ചിലപ്പോൾ അദ്ദേഹത്തിനും അത് എഡ്വേർഡ് ബാച്ചാന്ന് അറിഞ്ഞുകൂടായിരിക്കും. പക്ഷേ ആരോ ഒരാൾ ഇതിനെ കണ്ടുപിടിക്കാൻ പോകുന്നു എന്നുള്ള സൂചന അദ്ദേഹത്തിന് കിട്ടി. എല്ലാ മീറ്റിങ്ങിലും പറഞ്ഞു. ആ മീറ്റിംഗ് എല്ലാം എഡ്വേർഡ് ബാച്ച് കേട്ടു. അപ്പോഴും എഡ്വേർഡ് ബാച്ച് ചിന്തിക്കുന്നില്ല ഞാനാണതെന്ന്. നമുക്കങ്ങനെ തോന്നുമോ? ആരോ കണ്ടുപിടിക്കാൻ പോകുന്നു, ഓക്കെ, അങ്ങനെയല്ലേ നമ്മളും വിചാരിക്കും. പക്ഷേ അദ്ദേഹത്തിന് ഉന്തിത്തള്ളി. അതാണ് ദൈവാധീനം എന്ന് പറയുന്നത്. അതായത് ദൈവത്തിൻ്റെ പ്ലാൻ അങ്ങനാണെങ്കിൽ, ഒരു ഡിവൈൻ പ്ലാൻ അങ്ങനാണെങ്കിൽ, അദ്ദേഹത്തിൻ്റെ സോൾ പ്ലാൻ അങ്ങനാണെങ്കിൽ അത് നടക്കും. അങ്ങനെയാണ് ഇദ്ദേഹം 5-6 വർഷത്തിനകം 1930 തുടങ്ങി 36-നകം എല്ലാം പടയെന്ന് കണ്ടുപിടിച്ച് തന്നിട്ട് ഇപ്പം ഇംഗ്ലണ്ടിലെ മാത്രമല്ല ലോകം ഒട്ടുക്കയും ആൾക്കാർ ഇത് ഫോളോ ചെയ്യുന്നു എന്ന് പറയുമ്പം അതിൻ്റെ മഹത്വം എന്തുവാന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്, ഇല്ല? അത്രയേ ഉള്ളൂ. പക്ഷേ അദ്ദേഹം വന്നു ഇങ്ങനെ തട്ടി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനെ അതിൽ കൂടെ കൊണ്ടുപോയി 6 വർഷത്തിൽ ഇത്രയും കണ്ടുപിടിച്ച് എല്ലാം പ്ലാൻ ചെയ്ത് ബുക്കിൽ എഴുതി വെച്ച് ഇന്ന കാരണം പിടി എന്ന് പറഞ്ഞ് ഞാൻ വേൾഡിന് ഒരു ഫ്രീ ഗിഫ്റ്റ് തരുവാന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അങ്ങ് പോയി. അദ്ദേഹത്തിൻ്റെ സോൾ പ്ലാനിങ് കഴിഞ്ഞു. അപ്പം അതിൽ ആലോചിക്കുമ്പം എന്തൊക്കെയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്? വലിയ തത്വങ്ങളും ഫിലോസഫിയും ഒന്നുമില്ല. പക്ഷെ പറഞ്ഞതൊക്കെ മണിയായിട്ട് നമുക്ക് ഫോളോ ചെയ്യുന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വിചാരിച്ച് 1-2 വീഡിയോയിൽ നിങ്ങളുടെ കൂടെ അതും പങ്കിടാം. അപ്പോഴേ നമുക്ക് ഈ ഹെൽത്തിനെ കുറിച്ചുള്ള അവയർനെസ് കൂടത്തുള്ളൂ. ഹെൽത്തിനെ കുറിച്ചുള്ള അവയർനെസ് ഒരുപാട് കുറവായിപ്പം. അതുകൊണ്ട് തന്നെയാണ് എന്നാലായത് ഇങ്ങനെയൊക്കെ ഒരു സോഷ്യൽ മീഡിയയിൽ പറയുമ്പം കൂടുതൽ ആൾക്കാർ കേൾക്കട്ടെ, കൂടുതൽ ആൾക്കാർക്ക് പ്രയോജനപ്പെടട്ടെ എന്നുള്ള ഒറ്റ ചിന്ത കൊണ്ടാണ് ഞാൻ ഇതെല്ലാം പറയുന്നത്. ഓക്കെ. അപ്പം അദ്ദേഹം ഫ്രീ ദൈസെൽഫ് എന്നൊരു ബുക്ക് എഴുതി. ഫസ്റ്റ് ബുക്ക് അതാണ്, ഫ്രീ ദൈസെൽഫ്. ഫ്രീ ദൈസെൽഫ് എന്ന് വെച്ചാൽ യുവർ സെൽഫ്. നിങ്ങൾ ഫ്രീ ആക്കൂ.
വേറൊരു ബുക്ക് എഴുതി ഹീൽ യുവർ സെൽഫ്, നിങ്ങളെ ഗുണപ്പെടുത്തൂ. അപ്പം നിങ്ങളെ ഗുണപ്പെടുത്തണം, നിങ്ങളെ ഫ്രീ ആക്കുക. ഇതിൽ നിന്ന് ഫ്രീ ആക്കുക, ഈ രോഗങ്ങളിൽ നിന്ന് നിങ്ങൾ ഫ്രീ ആകുക. അപ്പം മെൻ്റലി ഫ്രീ ആണ്, ഫിസിക്കലി ഫ്രീ ആണ്. അതാണ് ഇദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. വേറെ ഒരു ബുക്കും കൂടെ എഴുതിയിട്ടുണ്ട്, അതായത് യു സഫർ ഫ്രം യുവർ സെൽഫ്. അതായത് നിങ്ങൾ കഷ്ടപ്പെടുന്നതിന് നിങ്ങളാണ് കാരണം, വേറെ ആരും കാരണമല്ല. അത് എന്തുകൊണ്ടാണ് എന്നുള്ളതും ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് മാത്രമേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് ടച്ച് ചെയ്ത് പോകുവാണ്. ഇത് നമുക്ക് ഇത് ചിന്തിക്കാനുള്ള കാര്യങ്ങളാണ്. ഓക്കെ. അപ്പോൾ അദ്ദേഹം എന്തുവാ പറയുന്നതെന്ന് വെച്ചാൽ, അദ്ദേഹം അതായത് ബുക്കിൽ ഇറ്റ് ഈസ് ആസ് സിമ്പിൾ ആസ് ദിസ് ദ സ്റ്റോറി ഓഫ് ലൈഫ്. അതായത് എത്ര ദൂരം അദ്ദേഹം ആഴത്തിൽ ചിന്തിച്ച് ഇങ്ങനെ ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് ഫസ്റ്റ് ചാപ്റ്റർ എന്തുവാണോ, ഇറ്റ് ഈസ് ആസ് സിമ്പിൾ ആസ് ദിസ് ദ സ്റ്റോറി ഓഫ് ലൈഫ്. സ്റ്റോറി ഓഫ് ലൈഫ്, ഈ ജീവിതം എന്ന് വെച്ചാൽ എന്തുവാ എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ലൈക്ക് എ സ്റ്റോറി. അതിനൊരു സ്റ്റോറി ഇവിടെ പറയുന്നുണ്ട്, ഒരു ഉദാഹരണം. അതായത് അദ്ദേഹം എന്തോ പറയുന്നതെന്ന് വെച്ചാൽ ഒരു കൊച്ചു ഉണ്ട്. ആ കൊച്ചിന് അതിൻ്റെ അമ്മയ്ക്ക് ബർത്ത്ഡേ വരുന്നു. അപ്പം ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കണം. അപ്പോൾ ആ കൊച്ച് ഒരു ഡ്രോയിങ് വരയ്ക്കണം എന്ന് വിചാരിക്കുന്നു. ഒരു വീട്, നല്ല ഒരു വീട് വരച്ച് അമ്മയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കണം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് തന്നെത്താനെ വരച്ച് അതിനകത്ത് അത് വേണം, ഇത് വേണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണം, പെർഫെക്റ്റ് ഒരു ഹൗസാക്കി അതിന് അമ്മയ്ക്ക് ബർത്ത്ഡേയുടെ അന്ന് കൊടുക്കാനാണ് അതിൻ്റെ പ്ലാൻ. അത് വരയ്ക്കുന്നു. അതൊരു കാര്യം. അത് കൊടുക്കുമ്പം ആ കൊച്ചിന് സന്തോഷം, അമ്മയ്ക്കും സന്തോഷം, എല്ലാത്തിനും ഒരു പൂർണ്ണത്വം കിട്ടുന്നുണ്ട്, ഫുൾനെസ്, സാറ്റിസ്ഫാക്ഷൻ. ഓക്കെ. അതേ സമയത്ത് ഈ കൊച്ച് ഇനിയൊരു കാര്യം അദ്ദേഹം എഡ്വേർഡ് ബാച്ച് പറയുന്നുണ്ട്. അതായത് അങ്ങനെ ആ കൊച്ച് വരച്ചുകൊണ്ടിരിക്കുമ്പം നമ്മൾ പലരും അതിനകത്ത് ഇൻ്റർഫിയർ ചെയ്യുന്നു വെച്ചാൽ നമ്മുടെ അഭിപ്രായങ്ങളെ തിണിക്കുന്നു എന്ന് വെച്ചാൽ ജനൽ ഇവിടെ ഇല്ല, ഇവിടെ ഇട്, ഈ കഥക് ഇവിടെ അല്ല, ഇത് ഇവിടെ അല്ല, ഈ ഫ്ലവർ വാസ് ഇവിടെ അല്ല വെക്കേണ്ടി. അങ്ങനെ 4 പേര് ഈ പടത്തിനെ കാണുന്നു, കൊച്ചിൻ്റെ പെയിൻറ്റിങ്ങിനെ കാണുന്നു, നമ്മളുടെ എല്ലാം അഭിപ്രായം പറയുന്നു. അതിനേറ്റ പോലെ ആ കൊച്ചു മാറ്റിയും മറിച്ചും ചെയ്യുന്നു. അതിനിടയ്ക്ക് അതിൻ്റെ അമ്മയുടെ ബർത്ത്ഡേ വരുന്നു. ബർത്ത്ഡേ കഴിഞ്ഞു, എന്നിട്ടും അതിന് ആ വീട് പടത്തിൽ പെയിൻറ്റിങ്ങിൽ പൂർത്തിയാക്കാൻ പറ്റിയില്ല. ഇതാണ് എഡ്വേർഡ് ബാച്ചിൻ്റെ ഉദാഹരണം. അതായത് അദ്ദേഹം എന്തുവാ പറയുന്നതെന്ന് വെച്ചാൽ, ഇതിൽ പറയുന്നത് എന്തുവാന്ന് വെച്ചാൽ, നിങ്ങളുടെ സ്റ്റോറി ഓഫ് ലൈഫ് നിങ്ങൾ വേണം തീരുമാനിക്കാൻ. അത് 4 പേരെടുത്ത് പോയി ചോദിച്ചുകൊണ്ടിരിക്കരുത്. അതായത് വേറെ പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് മറ്റവരടുത്ത് അഭിപ്രായം ചോദിക്കാം, അതിലല്ല പറയുന്നത്. പക്ഷേ നമ്മൾ എങ്ങനെ ജീവിക്കണമെന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. അത് നമ്മളുടെ സോൾ പർപ്പസിന് ഏറ്റ പോലെ വേണം നമ്മൾ നടക്കാൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം സോൾ പർപ്പസ് എന്തുവാന്ന് നമ്മൾ എപ്പോഴും ചിന്തിച്ച് നോക്കണം. ഓക്കെ. ഒരു മെക്കാനിക്കലായിട്ട് ഒരു ജീവിതം ജീവിച്ചുകൊണ്ട് പോകുന്നതിൽ അർത്ഥമില്ല. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ ഓട്ടപ്പായ്ച്ചലിൽ നിന്ന് കുറച്ച് റെസ്റ്റ് എടുത്ത് ഒരു സ്ഥലത്തിരുന്ന് ചിന്തിക്കണം. ഞാൻ ഇത്രയും നാളിങ്ങനെ ഓടി ചെയ്തു സമ്പാദിച്ചു, ഇത് ശരിയാണോ, ഇനി എന്തുവാ ചെയ്യാൻ പോകുന്നത്, എൻ്റെ മനസ്സിന് ഇണങ്ങിയതാണോ ഞാൻ ചെയ്യുന്നത്, ഞാൻ ഹെൽത്തി ആയിട്ടുള്ള ജീവിതമാണോ ജീവിക്കുന്നത് എന്നൊക്കെ നമ്മൾ ചിന്തിച്ച് നോക്കണം. ഓക്കെ. എല്ലാം ചെയ്തിട്ട് മരിക്കാൻ പോകുമ്പോൾ ഡെഡ് ബെഡിൽ കിടന്നുകൊണ്ട് അയ്യോ ഞാനത് ചെയ്തില്ല, ഇത് ചെയ്തില്ല, ഞാൻ അവർക്ക് വേണ്ടി ജീവിച്ചു, ഇവർക്ക് വേണ്ടി ജീവിച്ചു, എനിക്ക് വേണ്ടി ഞാൻ ജീവിച്ചില്ല, അപ്പം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഓക്കെ. അപ്പോൾ ഇതൊക്കെ നമുക്ക് പോയിൻറ്റ്സാണ്. എന്തോൻ്റെ പോയിൻറ്റ്സ്, ചിന്തിക്കാനുള്ള പോയിൻറ്റ്സ്. സെക്കൻഡ് ചാപ്റ്റർ ഞാൻ ഒരുപാടൊന്നും വിസ്തരിച്ച് പറയുന്നില്ല. ഹെൽത്ത് ഡിപ്പെൻഡ്സ് ഓൺ ബീയിങ് ഇൻ ഹാർമണി വിത്ത് അവർ സോൾ. ഇതിൽ എല്ലാമേ ഉണ്ട്. ഈ ഒരു സെൻറ്റൻസിൽ എല്ലാമേ ഉണ്ട്, എല്ലാം അടങ്ങി അതിനകത്ത്. എന്തുവാ? ഹെൽത്ത് ഡിപ്പെൻഡ്സ് ഓൺ ബീയിങ് ഇൻ ഹാർമണി വിത്ത് അവർ സോൾ. അതായത് നമ്മുടെ ആത്മായുടെ കൂടെ ഇണങ്ങിയ ജീവിതം ജീവിച്ചാൽ, ഹാർമോണിയസ് ലൈഫ്, ഇണങ്ങിയ ജീവിതം ജീവിച്ചാൽ അതാണ് നിങ്ങൾക്ക് ഹെൽത്ത്, അതാണ് നിങ്ങൾക്ക് ആരോഗ്യം.
അപ്പം ഹെൽത്ത് ഈസ് അവർ ബർത്ത് റൈറ്റ്. അല്ലെങ്കിൽ നിറയെ പേര് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കാൻ വന്നത് നമ്മളുടെ നമുക്ക് പറഞ്ഞിട്ടുള്ള ഒരു സംഗതിയാണ്. എങ്ങനെ ഹെൽത്തി ആയിട്ട് ജീവിരേ, നല്ല ഹെൽത്തി ആയിട്ട് സന്തോഷമായിട്ട് ഉള്ളത് വെച്ച് തൃപ്തിയോടെ ജീവിച്ചിട്ട് വാ എന്നാണ് ദൈവം നമുക്ക് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇതൊരു ഡിവൈൻ പർപ്പസ് ബിഹൈൻഡ് ഇറ്റ്. അതായത് നമ്മൾ ഓരോ വ്യക്തിയും ഈ ഭൂമിയിൽ ജനിച്ചതിന് ഒരു ഡിവൈൻ പർപ്പസ് ഉണ്ട്. അതായത് ഒരു ദൈവികമായ ഒരു കാരണമുണ്ട്. അത് എത്ര പേർക്കറിയാം? നമ്മൾ എത്ര പേര് ചിന്തിച്ച് നോക്കിയിട്ടുണ്ട്? ഇപ്പം ചിന്തിക്കും. അത്രയേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, സോ അതാണ് അദ്ദേഹം പറയുന്നത്. അപ്പം അദ്ദേഹം എന്തുവാണ് പറയുന്നത്? ഒരു നമ്മുടെ ആത്മാവ് എന്തു പറയുന്നു അതിനേറ്റ പോലെ എന്ത് വേണം? നമുക്ക് നല്ല ഹാപ്പിയായിട്ട് ജീവിക്കാൻ വന്നു, ഹാപ്പിയായിട്ട് ജീവിച്ചിട്ട് പോകൂ. അപ്പം നമ്മളെല്ലാം ഈ പടച്ചോൻ്റെ മക്കളാണ്, ക്രിയേറ്ററുടെ മക്കളാണ്. അപ്പം ആ ക്രിയേറ്റർ നീ പോയി കഷ്ടപ്പെട്ടിട്ട് വാ അന്ന് നമ്മളെ ഒരു നാളും അങ്ങനെ പറഞ്ഞയച്ചിട്ടില്ല. അതുകൊണ്ടാണ് അപ്പം നമ്മളുടെ സഞ്ചിത കർമ്മ, പ്രാരാബ്ധ കർമ്മ എല്ലാം എന്തോ ചെയ്യും മാഡം എന്ന് ചോദിച്ചാൽ, പ്രാരാബ്ധ കർമ്മയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതിൽ നെഗറ്റീവും ഉണ്ട്, പോസിറ്റീവും ഉണ്ട്. അപ്പം നെഗറ്റീവിനെ ഇതാണ് ഇതിൻ്റെ സീക്രട്ട് ഞാൻ ഇപ്പം പറയുന്നത്. അതായത് നെഗറ്റീവ് കർമ്മ കൊണ്ട് നമ്മൾ കഷ്ടപ്പെടുന്നു. ഓക്കെ, ആ കഷ്ടത്തിലും നമുക്കൊരു വെളിച്ചമുണ്ട്. ആ ഒരു വെളിച്ചമാണ് ആ ദിവ്യശക്തി, ആ ഡിവൈൻ പവർ, ആ അനുഗ്രഹം, ദൈവാധീനം, ആ ദൈവത്തിൻ്റെ അനുഗ്രഹം, ഗോഡ്സ് ഗ്രേസ്. അത് നമുക്ക് വേണം. അത് വേണമെങ്കിൽ നമ്മളുടെ ആത്മാവ് പറയുന്ന രീതിയിൽ പോകണം. അത്രയേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അതുമാത്രമല്ല, ശരി വത്സമ്മേ, ഈ ഹെൽത്ത് എന്ന് പറയുന്നല്ലോ, ഈ ഹെൽത്ത് എന്ന് പറയുന്നതിൻ്റെ ഡെഫിനിഷൻ എന്തുവാ? ഹെൽത്തിൻ്റെ അർത്ഥം എന്തുവാ? അതും ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. യു ക്യാൻ ജഡ്ജ് അവർ ഹെൽത്ത് ബൈ അവർ ഹാപ്പിനെസ്. അത് നമ്മൾ പഠിച്ചവനായിരിക്കാം, പഠിക്കാത്തവനായിരിക്കാം, ഒരു ഭിക്ഷക്കാരനായിരിക്കാം, കോടീശ്വരനായിരിക്കാം, ആരെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ. എത്ര ദൂരം നീ ഹാപ്പി ആയിട്ടിരിക്കുന്നു, നിൻ്റെ മനസ്സിൽ എത്ര ദൂരം സന്തോഷമുണ്ടോ, അത് വെച്ച് നീ ഹെൽത്തി ആണോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാം. എന്നുവെച്ചാൽ ഹെൽത്ത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സന്തോഷം ഉള്ളൂ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വേറൊന്നുമല്ല, ഒരു പ്രാവശ്യം ഈ ഈശായിൽ സത്സംഗ് നടത്തിയപ്പം അത് വീഡിയോ ആയിട്ടും വന്നിട്ടുണ്ട്. ഒരാൾ എണീച്ച് ചോദിച്ചു, സദ്ഗുരു, നിങ്ങളുടെ ഇന്നർ എൻജിനീയറിംഗ് പ്രോഗ്രാം ഞാൻ പഠിച്ചു, 2 വർഷം കൊണ്ട് ഞാൻ തുടർന്ന് നിങ്ങൾ പറഞ്ഞ പോലെ ഒരു ദിവസം പോലും വിടാതെ ചെയ്യുന്നു. പക്ഷേ അത് ഞാൻ ചെയ്യുന്നത് ശരിയാണോ ഇല്ലയോ, ഞാൻ ശരിയായിട്ടുള്ള പാതയിലാണോ പോകുന്നത് എന്ന് എനിക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കും? അത് വളരെ ന്യായമായിട്ടുള്ള കേൾവിയാണ്, ഒരു ചോദ്യമാണ്, ഇല്ലയോ? എങ്ങനെ എനിക്ക് അപ്പോഴേ സദ്ഗുരു പറഞ്ഞു, നീ ഇപ്പം ലൈഫിൽ 2 വർഷത്തിന് മുമ്പേ ഇന്നർ എൻജിനീയറിംഗ് പഠിക്കുന്നതിന് മുമ്പേ നീ എത്ര ഹാപ്പി ആയിരുന്നു, ഇപ്പം നീ എത്ര ഹാപ്പി ആയിരിക്കുന്നു? ആ ഹാപ്പിനെസ്സിനെ വെച്ചുകൊണ്ട് നിനക്ക് പറയാം, നിനക്ക് അളക്കാം, നീ ശരിയായ പാതയിലൂടാണോ പോകുന്നത്. നീ ഇന്നർ എൻജിനീയറിംഗ് പഠിച്ച് അത് ചെയ്യുന്നല്ലോ, പ്രാക്ടീസ് ചെയ്യുന്നല്ലോ, അത് ശരിയാണോ തെറ്റാണോ എന്നുള്ള സംശയമാണല്ലോ ഇപ്പോൾ വന്നിരിക്കുന്നത്. നീ ഇന്നലത്തെക്കാട്ടിലും ഇന്ന് 1 ഇഞ്ച് സന്തോഷം കൂടുതലായിട്ടുണ്ടോ? യു ആർ റൈറ്റ്, നീ ശരിക്കുള്ള വഴിയിലാണ് പോകുന്നത്. അപ്പം ഓരോ ദിവസവും ഇന്നലത്തെക്കാട്ടിലും ഇന്ന് ഇത്ര 1 സെൻറ്റിമീറ്റർ, 1 മില്ലിമീറ്റർ സന്തോഷം കൂടുന്നോ? യു ആർ ഇൻ ദ റൈറ്റ് പാത്ത്. ഇന്നത്തെക്കാട്ടിലും നാളെ ഇനിയും കുറച്ചും കൂടെ ഹാപ്പിനെസ് കൂടുന്നോ ജീവിതത്തിൽ? യു ആർ ഇൻ ദ റൈറ്റ് പാത്ത്. അപ്പം എഡ്വേർഡ് ബാച്ച് ആണെങ്കിലും ശരി, സദ്ഗുരു ആണെങ്കിലും ശരി, ഏത് മഹാനെ എടുത്താലും ഇതാണ് അവർക്ക് പറയാനുള്ളത്. ഓക്കെ, ചാപ്റ്റർ 3. അവർ സോൾസ് ആർ പെർഫെക്റ്റ്
ബീയിങ് ചിൽഡ്രൻ ഓഫ് ദ ക്രിയേറ്റർ. നമ്മളെല്ലാം പടച്ചോൻ്റെ മക്കളാണ്. ഓക്കെ, അവിടുന്ന് ആ പരമാത്മാവിൽ നിന്ന് വന്നതാണ് ഈ ജീവാത്മ. അപ്പം ആൻഡ് എവ്രിതിങ് ദേ ടെൽ അസ് ടു ഡു ഈസ് ഫോർ അവർ ഗുഡ്. അപ്പം ഞാൻ അതാ പറഞ്ഞേ, നമുക്ക് നടക്കുന്നതെല്ലാം നല്ലതിനെന്ന് വിചാരിക്കണം. അപ്പോൾ സഞ്ചിത കർമ്മ എന്ന് ഞാൻ കുറേ പ്രാരാബ്ധ കർമ്മ ഇപ്പം കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ കൊണ്ടുവന്നതിൽ 80% നെഗറ്റീവാണ്, 20% ഉള്ളൂ എനിക്ക് പോസിറ്റീവ്. അപ്പം ഏതോ ഒരു സന്തോഷം എനിക്ക് കിട്ടുന്നു എന്നല്ലാതെ എൻ്റെ ജീവിതം മൊത്തം ഈ കഷ്ടപ്പാടും ദുരിതവുമാണല്ലോ ടീച്ചറെ എന്ന് നിങ്ങൾ ചോദിക്കാം. എല്ലാവർക്കും കഷ്ടപ്പാടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞില്ലയോ, എന്നെ കൈപിടിച്ച് വിളിച്ചുകൊണ്ട് പോകുന്ന എൻ്റെ അമ്മ, നമ്മുടെ അമ്മ, ഈ ലോകത്തുള്ള എല്ലാവരുടെയും അമ്മ ശ്രീമാത. ആ മാതായുടെ ഗ്രേസ്, അനുഗ്രഹം നമുക്ക് വേണം. അതിന് എന്ത് ചെയ്യണം? കടയിൽ പോയി 5 കിലോ വാങ്ങിച്ചുകൊണ്ട് വരാൻ നോക്കുമോ? എങ്ങനെ ചെയ്യണം? നല്ല രീതിയിൽ ജീവിക്കണം. നല്ല രീതി എന്ന് വെച്ചാൽ നമ്മളുടെ ആത്മാ പറയുന്ന രീതിയിൽ ജീവിക്കണം. അത്രയേ ഉള്ളൂ. വെരി 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 സിമ്പിൾ. എത്ര കറക്റ്റായിട്ട്, എത്ര ക്രിസ്പായിട്ട് പറഞ്ഞു വെച്ചിരിക്കുന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ചാപ്റ്റർ 4. ഇഫ് വി ഫോളോ അവർ ഓൺ ഇൻസ്റ്റിങ്സ്, അവർ ഓൺ വിഷസ്, അവർ ഓൺ തോട്ട്സ്, അവർ ഓൺ ഡിസയേഴ്സ്, വി ഷുഡ് നെവർ നോ എനിത്തിങ് ബട്ട് ജോയ് ആൻഡ് ഹെൽത്ത്. അതായത് നിങ്ങളുടെ മനസാക്ഷി പറയുന്ന പോലെ, നിങ്ങളുടെ ആത്മാവ് പറയുന്ന പോലെ നിങ്ങൾ നടന്നാൽ നിങ്ങൾക്ക് വേറെ ഒന്നുമേ അറിയത്തില്ല. നിങ്ങൾക്കെല്ലാം പെർഫെക്റ്റ് ഹെൽത്തായിരിക്കും. ഹെൽത്തിൻ്റെ അളവുകോൽ എന്തുവാ? ഹാപ്പിനെസ്. അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇപ്പോൾ എത്ര ഹെൽത്തിയാണ്, എത്ര ജോയ്ഫുള്ളാണ് ലൈഫിൽ, എത്ര സംതൃപ്തിയോടെ നമ്മൾ ജീവിക്കുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കാം. ഈ ചിന്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ബുക്കിനെ കുറിച്ച് ഇത്രയും പറയുന്നത്. ഓക്കെ, വേണ്ട ചാപ്റ്റർ 5. It is allowing the interference of other people that stops our listening to the dictates of our soul, and that brings disharmony and disease. Disease-ന്റെ കാര്യം, the moment the thought of another person enters your minds, it deflects us from our true course. അതായത് നമ്മൾ നമ്മളുടെ പാതയിൽ ഇങ്ങനെ നടന്നു പോകുന്നു. അതിൽ പലരുടെയും ഇൻ്റർഫിയറൻസ്, കുറുക്കീട് എന്ന് വെച്ചാൽ കുറുക്കെ വരുന്നു. പലരുടെയും ഒപ്പീനിയൻ നമ്മൾ കേൾക്കുന്നു. പലർക്ക് വേണ്ടി ജീവിക്കുന്നു, പലർക്ക് വേണ്ടി അഭിനയിക്കുന്നു. അങ്ങനെ ഉള്ളപ്പം നമ്മളുടെ ട്രൂ മിഷൻ നമ്മൾ മറക്കുന്നു. അതാണ് ഇദ്ദേഹം പറയുന്നത്. അങ്ങനെ മറക്കുമ്പം എന്ത് പറ്റുന്നു? എന്ത് സംഭവിക്കുന്നു? ഡിസീസ് വരുന്നു. ഹെൽത്ത് പോയി ഡിസീസ് ആവുന്നു. ആ കൊച്ചിൻ്റെ പെയിൻറ്റിങ്ങിൻ്റെ കാര്യം അതാണ് ആദ്യമായിട്ട് പറഞ്ഞത്. ഓക്കെ, കൊച്ചിൻ്റെ മനസ്സിലുള്ള ആഗ്രഹം വരച്ചിരുന്നെങ്കിൽ നല്ല ഒരു ബ്യൂട്ടിഫുൾ ഹൗസ് കിട്ടിയിരുന്നേനെ പെയിൻറ്റിങ്ങിൽ. അത് ബർത്ത്ഡേയുടെ അന്ന് തന്നെ എൻ്റെ അമ്മയ്ക്ക് കൊടുത്തിരിക്കാമായിരുന്നു. പക്ഷേ എപ്പോഴൊക്കെ ആ കൊച്ച് മറ്റവരുടെ അഭിപ്രായത്തിനെ ഉൾവാങ്ങി അതിനെ മാച്ച് തിരുത്തി വെട്ടി എല്ലാം ചെയ്തോ, നല്ല ഒരു ഹൗസിനെ പെയിൻറ്റ് ചെയ്യാനേ പറ്റിയിട്ടില്ല. അടുത്തത്, all we have to do is preserve our personality, to live our own life. നമുക്ക് വേണ്ടി നമ്മൾ ജീവിക്കുക. അതിനായിട്ട് സെൽഫിഷായിട്ട് ജീവിക്കണമെന്നല്ല. എനിക്ക് മാത്രം, എനിക്ക് അത് സെൽഫിഷ്നെസ് അല്ല പറയുന്നത്. അതായത് നമ്മൾ മറ്റവർക്ക് വേണ്ടി ചെയ്യുന്നു, നമ്മളുടെ പല റോള് പ്ലേ ചെയ്യാൻ വന്നു, പല റോള് പ്ലേ ചെയ്യുന്നു വേണം. അത് 50%. അടുത്ത 50% നമുക്ക് വേണ്ടി നമ്മൾ ജീവിക്കുന്നു. നമുക്കൊരു ഒരു വെബിനാർ അറ്റൻഡ് ചെയ്യണമെന്നുണ്ടോ? അതിനുള്ള കാശ് നമ്മുടെ കയ്യിൽ വേണം. നമ്മളത് അറ്റൻഡ് ചെയ്യുക. ഒരു നല്ല സിനിമ, വെബിനാർ എന്തിനാ? ഒരു നല്ല സിനിമ എനിക്ക് കാണണമെന്ന് തോന്നിയോ, അത് പോയി കാണാനുള്ള സാഹചര്യങ്ങൾ നമുക്ക് വേണം. കയ്യിൽ പൈസ വേണം. അത് പോയി കാണാനുള്ള സാഹചര്യങ്ങളെല്ലാം നേരെ ചൊവ്വേ വരണം. നമുക്ക് ഒറ്റയ്ക്ക് പോയിരുന്ന് കാണാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് കൂട്ടിനാരെങ്കിലും വേണം. അങ്ങനെയൊക്കെ ചെറിയ കാര്യങ്ങളിൽ കൂടെ നമ്മൾ ഒത്തൊരുമയായിട്ട് തന്നെ പോകണം. പക്ഷേ നമ്മളുടെ ഒരു ഗോളുണ്ട്, നമുക്കെന്ന് ഒരു ഗോളുണ്ട്. ആ ഗോളിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യാൻ പാടില്ല.
ഓക്കെ, അപ്പം യു ബി ദ ക്യാപ്റ്റൻ ഓഫ് യുവർ ഓൺ ഷിപ്പ്. ഇത് പലരും പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. നിൻ്റെ നിൻ്റെ ഷിപ്പിനെ നീയാണ് ക്യാപ്റ്റൻ. മീനിങ് നിൻ്റെ ജീവിതത്തിനെ നീ വേണം നയിച്ചു കൊണ്ടുപോകാൻ. ഓക്കെ, അപ്പോഴേ എല്ലാം നേരെയാകത്തുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ ഇതെല്ലാം ഗോൾഡൻ വേർഡ്സാണ്. ഇത് നമ്മൾ എപ്പോഴും അടിക്കടി ചിന്തിക്കണം. അടുത്തത്, വൺസ് വി റിയലൈസ് അവർ ഓൺ ഡിവിനിറ്റി ദ റെസ്റ്റ് ഈസ് ഈസി. ഓൺ ഡിവിനിറ്റി എന്ന് വെച്ചാൽ ഞാൻ ആ ദൈവത്തിൻ്റെ ഒരു ഭാഗമാണെന്ന് വിചാരിച്ചാലേ മതി. അത് വിചാരിക്കാതെ നമ്മളായിട്ട് കിടന്ന് പാടുപെടുന്നത് കൊണ്ടാണ് നമുക്ക് ഇത്രയും ബുദ്ധിമുട്ടുകൾ. ഓക്കെ, വി ആസ് ചിൽഡ്രൻ ഓഫ് ദ ക്രിയേറ്റർ ഹാവ് വിതിൻ ആസ് ഓൾ പെർഫെക്ഷൻ. നമ്മൾ പെർഫെക്റ്റാണ്, നമ്മളുടെ ജീവാത്മാ പെർഫെക്റ്റാണ്. അപ്പോൾ ആ ജീവാത്മാ പറയുന്നത് നമ്മൾ കേൾക്കണോ ഇല്ലയോ? അപ്പോൾ ആ ജീവാത്മാ പറയുന്നത് കേട്ടാൽ നമ്മൾ പെർഫെക്റ്റ്. നമ്മൾ നയിച്ചുകൊണ്ട് പോകുന്ന ജീവിതം പെർഫെക്റ്റ്. അപ്പം ജീവിതം പെർഫെക്റ്റ് ആണെങ്കിൽ എന്തോ പെർഫെക്റ്റ്? ഹെൽത്ത് പെർഫെക്റ്റ്. അത്രയേ ഉള്ളൂ. ഓക്കെ, അടുത്ത ചാപ്റ്ററിൽ ഇനിയൊരു കാര്യം, ടു ഗെയിൻ ഫ്രീഡം ഗിവ് ഫ്രീഡം. ഫ്രീഡം എന്ന് വെച്ചാൽ സ്വാതന്ത്ര്യം. ഇപ്പം നമുക്ക് സ്വാതന്ത്ര്യം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം. എല്ലാവരെയും അടുത്ത് പിടിച്ച് വെച്ച് ഞാൻ പറയുന്ന പോലെ നിങ്ങൾ കേൾക്കാവൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ മാത്രം സ്വാതന്ത്ര്യമായിട്ട് ജീവിക്കാമെന്ന് വിചാരിച്ചാൽ നടക്കുമോ? അപ്പം നമ്മളും അവർക്ക് അടിമയാകുക. അപ്പം നമ്മൾ ആർക്കും അടിമയാകണ്ട, ആരെയും നമ്മൾ അടിമയാക്കണ്ട. എല്ലാവർക്കും ഒരു വിഷനോട് തന്നെയാണ് ദൈവം അയച്ചിരിക്കുന്നത്. അത് തന്നെത്താനെ നടക്കട്ടെ. അപ്പോൾ വത്സമേ നമ്മുടെ കുഞ്ഞുങ്ങളെ വഴി നടത്തുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളെ അടിച്ച് ശിക്ഷിച്ച് നല്ലത് പറഞ്ഞ് അവർക്ക് അഡ്വൈസ് ചെയ്ത് നമ്മൾ വളർത്തുന്നു. അത് ശരിയാണോ? അത് തെറ്റാണോ? അതൊന്നും തെറ്റല്ല. അത് നമ്മുടെ 50% കടമയിൽ വരും. ചുമ്മാ പെറ്റിട്ടാൽ പോരാ. അമ്മയും അച്ഛനും കൂട്ടി വളർത്തില്ലെങ്കിൽ, അടിച്ച് പറയേണ്ട രീതിയിൽ നല്ല രീതിയിൽ വളർത്തില്ലെങ്കിൽ നാട്ടുകാരടിക്കുമെന്നാണ് പറയുന്നത്. നാട്ടുകാർ പാഠം പഠിപ്പിക്കുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് അതൊക്കെ വേണം. നമ്മൾ ചെയ്യുന്നതെല്ലാം ഓക്കെ, പക്ഷെ ഒരു ലെവലോടെ ഇരിക്കണം. അത് 50% ഒരു നാണയത്തിൻ്റെ ഒരു ഭാഗമാണ്. അടുത്ത ഭാഗം എവിടെ? അടുത്ത ഭാഗം നിങ്ങൾ എന്ത് ചെയ്യുന്നു? അതാണ് ഇവിടുത്തെ ചോദ്യം. അടുത്തത് ഹീലിംഗ്. അപ്പം ഇതിൽ അദ്ദേഹം എന്തോ പറയുക വെച്ചാൽ, ഹെൽത്ത് ഈസ് അവർ ബർത്ത് റൈറ്റ്. ഹെൽത്തിയായിട്ട് ജീവിക്കുന്നതാണ് നമുക്ക് നമ്മളുടെ ആവശ്യം, അത്യാവശ്യം. അത് നമ്മളുടെ ഉത്തരവാദിത്വവും കൂടെയാണ്. അങ്ങനെ ഉള്ളപ്പം ഹീലിങ്ങിന് ദൈവം നമുക്ക് കഴിക്കാൻ കിഴങ്ങുകൾ തന്നിട്ടുണ്ട്, പഴങ്ങൾ തന്നിട്ടുണ്ട്, ചീരകൾ തന്നിട്ടുണ്ട്, പച്ചക്കറി തന്നിട്ടുണ്ട്. അതുപോലെ ചില ഇമ്പോർട്ടൻറ്റ് ഹേർബ്സ് എന്ന് വെച്ചാൽ ചെടി, മരുന്ന് ചെടി, ചില ഇമ്പോർട്ടൻറ്റ് മരുന്ന് ചെടികളും ആ ക്രിയേറ്റർ നമുക്ക് ഗിഫ്റ്റായിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഗിഫ്റ്റിനെ നമ്മൾ പ്രയോജനപ്പെടുത്തണോ വേണ്ടേ? അത് ഗോഡ് ഗിവൻ ഗിഫ്റ്റാണ്. അപ്പോൾ അതിനെയും കൂടെ നമുക്ക് പ്രയോജനപ്പെടുത്തണം. അതായത് ഞാൻ പറഞ്ഞ ഈ 38 ഫ്ലവർ മെഡിസിനെയും നിങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾ നല്ല ഒരു ജീവിതം ജീവിക്കുവാണ്. അതാണ് വേണ്ടിയത് എന്നാണ് പറയുന്നത്. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അത് ഏറ്റവും വലിയ തത്വങ്ങളായിട്ടാണ് ഞാൻ കാണുന്നത്. ഓക്കെ, ഹെൽത്ത് ഈസ് അവർ ബർത്ത് റൈറ്റ് എന്ന് പറഞ്ഞാൽ അതിന് മേളിൽ എന്തോ ഇരിക്കുന്നു. അപ്പം എത്ര പേര് ഹെൽത്തി ആയിട്ടുണ്ട്? ഇന്നത്തെ കാലഘട്ടത്തിൽ എത്ര പേര് ഹെൽത്തി ആയിട്ടുണ്ട്? ഇത് നിങ്ങൾക്ക് ചിന്തിച്ച് നോക്കാനുള്ള ഒരു ചോദ്യമാണ്. ഓക്കെ, അതേപോലെ ഇനിയൊരു ബുക്കാണ് ഈ സഫർ ഫ്രം യുവർ സെൽഫ് എന്ന് പറയുന്നത്. ഈ എന്ന് വെച്ചാൽ യു എന്നർത്ഥം. നീ കാരണമാണ് സഫർ ചെയ്യുന്നത്. എന്താ വെച്ചാൽ നിനക്ക് സോൾ പർപ്പസ് അറിയാൻ വയ്യ. നീ പലർക്ക് വേണ്ടിയും ജീവിക്കുന്നു, പലർക്ക് വേണ്ടി അഭിനയിക്കുന്നു, നിൻ്റെ ഒറിജിനാലിറ്റിയെ കളഞ്ഞിട്ട് വരുന്നു. നീ പ്രകൃതിയോടെ ഇണഞ്ഞ ഒരു ജീവിതമല്ല ജീവിക്കുന്നേ. അപ്പം ഇതിൽ ആ ബുക്കിൽ 5 പോയിൻ്റേ ഞാൻ എടുത്തിട്ടുള്ളൂ. ചെറിയ ബുക്കാണ്,
Disease is the result of wrong thinking and wrong doing and ceases when the act and thought are put in order. അതായത് ഡിസീസ്, അസുഖം വരുന്നതിന് റോങ് തിങ്കിങ്ങും റോങ് ഡൂയിങ്ങുമാണ് അർത്ഥം. ഇതാണ് നമ്മൾ മലയാളത്തിൽ വളരെ സിമ്പിളായിട്ട് മനസാ വാചാ കർമ്മണ നല്ലതേ ചെയ്യാവൂ, നല്ലതേ ചിന്തിക്കാവൂ, നല്ലതേ സംസാരിക്കാവൂ, നല്ലതേ പ്രവർത്തിക്കാവൂ. ഇത് തന്നെയാണ് ഇദ്ദേഹം ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ റോങ് ഡൂയിങ്, റോങ് തിങ്കിങ് ഇതൊക്കെയാണ് ഡിസീസിന് കാരണം. ഡിസ്ഈസ് അതിനെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഡിസീസ് 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 എന്ന് പറയുന്നു, രോഗം രോഗം രോഗം. ഈ ഡിസീസ് എന്ന് വെച്ചാൽ എന്തുവാ? ഈസ് എന്ന് വെച്ചാൽ വളരെ ലൈറ്റായിട്ട്, വളരെ നാച്ചുറലായിട്ട്, വളരെ ലഘുവായിട്ട് ജീവിക്കുക. വലിയ ചുമക്കാൻ വയ്യാത്ത ഭാരത്തിനെ തോളത്തും തലയിലും ചുമന്നുകൊണ്ട് കഷ്ടപ്പെട്ട് ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല. തിങ്ക് ഫ്രീലി, തിങ്ക് കറക്റ്റ്, അതാണ് അദ്ദേഹം പറയുന്നത്. അപ്പം നമ്മൾ എന്തിനൊക്കെയാണ് മുൻഗണന കൊടുക്കേണ്ടിയേ? പീസ്, സമാധാനം. ഹോപ്പ്, ഹോപ്പ് എന്ന് വെച്ചാൽ എല്ലാം നല്ലതേ നടക്കും എന്നുള്ള ഒരു ഉറച്ച ഒരു ആഗ്രഹം, ഒരു ഹോപ്പ്. ആഗ്രഹം എന്ന് പറയുന്നതല്ല, ഒരു ഹോപ്പ്. ഒരു ഹോപ്പ് എന്ന് വെച്ചാൽ നമുക്ക് ഒരു ശരി നല്ലതേ വരട്ടെ, നല്ലതേ വരട്ടെ എന്ന് നമ്മൾ പറയുന്നില്ല, അതാണ് ഹോപ്പ്. നല്ലതേ നടക്കത്തുള്ളൂ. നമ്മളെന്തിനാ നെഗറ്റീവായിട്ട് തിരിച്ചെന്ത് ചെയ്യുന്നത്? തിങ്ക് പോസിറ്റീവ് എന്ന് എപ്പോഴും പറയുന്നില്ല. അത് മാത്രമല്ല, മൂന്നാമത് ജോയ്. ജോയ് എന്ന് വെച്ചാൽ എപ്പോഴും സന്തോഷം. ജോയ്ക്കും ഹാപ്പിനെസ്സിനുമേ വ്യത്യാസമുണ്ട്. ഈ ഹാപ്പിനെസ് എന്ന് പറയുമ്പോൾ എന്തുവാ? ഒന്ന് കിട്ടുന്നു, നമ്മളതൊന്ന് ആഗ്രഹിക്കുന്നു, ഒന്ന് കിട്ടുന്നു, കിട്ടുമ്പോൾ സന്തോഷം, അതിന് പിന്നെ ആ സന്തോഷം മാറും. അത് ഹാപ്പിനെസ്. ജോയ് എന്ന് വെച്ചാൽ 24/7 365 ഡേയ്സും ഒരേപോലെ ഹാപ്പി ആയിട്ടിരിക്കണം. അതാണ് ജോയ്ഫുൾ ലൈഫ്. ഓക്കെ, ആൻഡ് ഫെയ്ത്ത്, വിശ്വാസം. നമ്മുടെ പുറത്തുള്ള വിശ്വാസം, പടച്ചോൻ്റെ പുറത്തുള്ള വിശ്വാസം. ഹെൽത്ത് ഈസ് ലൈക്ക് എ ഡിവൈൻ ഓറിജിൻ. ഡിവൈൻ ഓറിജിൻ, ഡിവൈൻ ഹെൽത്ത് എന്ന് പറയുന്നത് ഒരു ഡിവൈൻ തിങ്ങാണ്. എന്തുവാ ഡിവൈൻ എന്ന് വെച്ചാൽ? ദിവ്യമായ. ആ ദിവ്യമായ ഇത് സംഗതി നമുക്ക് എവിടെ നിന്ന് കിട്ടും? ഡിവൈൻ പവറിൽ നിന്നേ കിട്ടത്തുള്ളൂ. ഓക്കെ, പിന്നെ ഇനിയൊരു കാര്യം, ഇത് എല്ലാവരും കേൾക്കണം, അതിനെക്കുറിച്ച് ചിന്തിക്കണം. ഹീ അലോൺ ഈസ് റെസ്പോൺസിബിൾ ഫോർ ഹിസ് ഇൽ ഹെൽത്ത്. ആർക്കെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ നീ തന്നെയാണ് നിൻ്റെ അസുഖത്തിന് കാരണം, വേറെ ആരെയും കുറ്റം പറയണ്ട. ഓക്കെ, അപ്പം എന്തുകൊണ്ട് നിനക്ക് ഇൽ ഹെൽത്ത് വന്നു, നല്ല ഹെൽത്ത് ഇല്ല, അസുഖം പിടിച്ചു? ബിക്കോസ് ഹാർമോണി ഇല്ല, ആ യോജിച്ച ജീവിതം ജീവിക്കുന്നില്ല. ഏതിനോട് യോജിച്ച ജീവിതം? സോൾ, മൈൻഡ്, ബോഡി. ഇത് മൂന്നിനും ഒരു സ്വരച്ചേർച്ചയില്ലെങ്കിൽ അത് ഡിസീസായിട്ട് വരും. അപ്പം നമ്മളെപ്പോഴും എന്തുവാ നോക്കണ്ടേ? സോളിൻ്റെ ഹാർമോണിയിലാണ് നമ്മൾ ജീവിക്കുന്നത്, നമ്മളുടെ മൈൻഡ് ഹാർമോണിയിലാണ് ഇരിക്കുന്നത്. ഇത് രണ്ടും, സോൾ ആൻഡ് മൈൻഡ് ഹാർമോണി ഉണ്ടെങ്കിൽ ബോഡി ഹാർമോണി തന്നെത്താനേ വരും. അതാണ് തിരിച്ചും മറിച്ചും പറയുന്നത്. അതായത് ഡിസീസ് ഉണ്ടെങ്കിൽ സോളിനും മൈൻഡിനും ഹാർമോണി ഇല്ല. ഇത്രയേ അദ്ദേഹം പറയുന്നുള്ളൂ. ഓക്കെ, സോ ഈ 2 പുസ്തകത്തിനും ഞാൻ 2 ബുക്കും വായിച്ചപ്പം ഇനിയും കുറച്ചൊക്കെ ഉണ്ട്, അതൊന്നും വേണ്ട. എന്നുവെച്ചാൽ നമുക്കും ഒരുവിധം എല്ലാം മനസ്സിലായി വരുന്നു ലൈഫിൽ എന്തൊക്കെയാണെന്ന്, ഇല്ല? അപ്പം അദ്ദേഹം പറഞ്ഞ ഇത്രയും പോയിൻറ്റ്സ് നിങ്ങൾ എന്നും ആലോചിച്ച് നോക്കണം. ഞാൻ അങ്ങനെയാണോ ജീവിക്കുന്നത്? ആസ്ക് യുവർ സെൽഫ്. നിങ്ങൾ ചോദ്യം ചോദിക്കണം, മറ്റവരടുത്തൊന്നും പോയി ചോദിക്കരുത്. ഓക്കെ, എത്ര ക്ലോസ് ആണെങ്കിലും ശരി, എത്ര നല്ല റിലേഷൻഷിപ്പ് ആണെങ്കിലും പോയി ഹസ്ബൻഡിൻ്റെ അടുത്ത്, ചേട്ടാ ഞാൻ നല്ല രീതിയിലാണ് ജീവിക്കുന്നത്, നിങ്ങൾക്ക് എന്തോ തോന്നുന്നു, അങ്ങനൊന്നും ആവശ്യമില്ല. നിങ്ങളെ ചോദ്യം ചോദിക്കണം. ഓരോ മനുഷ്യനും ഓരോ വ്യക്തിയും അവനോനെ ചോദ്യം ചോദിച്ച് നോക്കണം.